പ്രിയമുള്ളവരെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മുടെ ശാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ശൈഖ് യാസീൻ ഇബ്നു യൂസുഫുൽ മുറാഖിശി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ 10 വയസ്സുള്ള സമയത്ത് നവാ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ശൈഖ് അവറുകൾ വിശദീകരിക്കുന്നു, നവവി ഇമാമിനോട് കൂട്ടുകാരായ കുട്ടികൾ നീ കളിക്കാൻ വാ എന്ന് നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നവവി ഇമാം അവരിൽ നിന്നും ഓടുകയാണ്. പിന്നെയും നിർബന്ധിച്ച് വിളിക്കുമ്പോൾ അവരിൽ നിന്ന് ഓടുകയും കരയുകയുമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ നേതൃസ്ഥാനത്തേക്ക് വരേണ്ട ആളാണ്. അവർ കളിക്കാൻ സമയം കണ്ടെത്തില്ല. അവർ അതിലും വലിയ ചിന്തയിലായിരിക്കും. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ആ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം തന്നു. ആ സ്നേഹം വളർന്ന് ഇന്നും ആ മഹാനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ശൈഖ് യാസീൻ ഇബ്നു യൂസുഫുൽ മുറാഖിശി റളിയല്ലാഹു അൻഹു ആ 10 വയസ്സ് പ്രായത്തിൽ നവവി ഇമാമിന്റെ ഉപ്പ നവവി ഇമാമിനെ കച്ചവടം ചെയ്യാൻ ആക്കി കൊടുത്തിരുന്നു. നവവി ഇമാം കച്ചവടം ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ അല്ല ചെയ്തിരുന്നത്, പകരം ഖുർആൻ ഓതുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി ഖുർആൻ ഇരുന്ന് ഓതുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഉപ്പയോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞ് വലുതായി വരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരിക്കും, ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും, ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്പെടുന്ന അറിവ് ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ കഴിയുന്ന മോനായിരിക്കും. ഈ കുഞ്ഞിനെ ഷോപ്പിലിരുത്തിക്കൊണ്ട് ഈ കുഞ്ഞിന്റെ ഭാവി നിങ്ങൾ നശിപ്പിക്കരുത്. നല്ല കഴിവുള്ള മക്കളെ രക്ഷിതാക്കൾ ഇൽമു പഠിപ്പിക്കാൻ വിടണം. നമ്മുടെ മക്കളെ നേരായ മാർഗത്തിലേക്ക് നടത്തേണ്ടത് ഓരോ ഉമ്മമാരുടെ കടമയും ബാധ്യതയുമാണ്. മക്കൾ അമാനത്താണ്. മക്കൾ വഴിതെറ്റിപ്പോയാൽ റബ്ബ് നമ്മളെ ചോദ്യം ചെയ്യും. നമുക്ക് മക്കൾ ആഖിറത്തിൽ കേടായി സാക്ഷി നിൽക്കും. മഹാനവർകൾ തുടർന്നു, നവവി ഇമാമിന്റെ ഉപ്പയോട് പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വാപ്പ എന്നോട് പറഞ്ഞു, ആ മുനജ്ജിമുൻ അൻത, നിങ്ങളാരാ, ജ്യോത്സ്യനാണോ? അപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ലാവ ഇന്നമാ അൻതഖനില്ലാഹു ബിദാലിക്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ പറയണമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ വിവരം ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് കാര്യം മനസ്സിലായി. ഉപ്പ അത്ഭുതത്തോട് ചോദിക്കുന്നു, അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ എന്റെ മോൻ പഠിക്കട്ടെ. അങ്ങനെ ഖുർആൻ പഠിക്കാനാക്കുകയും പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ മുഴുവൻ ഖുർആൻ പഠിച്ചു തീരുകയും ചെയ്ത പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ദഅവ കോളേജിലേക്കും ദഅവ ദർസിലേക്കും നല്ല സ്ഥാപനങ്ങളിലേക്കും അയക്കണം. അതിനുള്ള സമയമാണിത്. നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ ഉഖറവിയായ ആലിമീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.